ഹലോ ഗായ്സ്, എല്ലാവർക്കും ടോപ്പ് ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2x2 റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. നമ്മൾ ഈ ക്യൂബ് സോൾവ് ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് ഈ ക്യൂബ് ഒന്ന് പരിചയപ്പെടാം. പിന്നെ ഒരു റുബിക്സ് ക്യൂബ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ കളറുകൾ മനസ്സിലാക്കുക. കളറുകൾ മനസ്സിലാകാതെ നിങ്ങൾക്ക് ഒരു ക്യൂബ് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 3x3 റുബിക്സ് ക്യൂബ് പോലെയല്ല ഒരു 2x2 റുബിക്സ് ക്യൂബ്. 3x3 റുബിക്സ് ക്യൂബിൽ അതിൻ്റെ സെൻറ്റർ പീസ് ഏതാണ് എന്ന് നോക്കിയാൽ അതിൻ്റെ കളറുകൾ മനസ്സിലാകാൻ സാധിക്കും. പക്ഷേ ഒരു 2x2 റുബിക്സ് ക്യൂബിൽ സെൻറ്റർ പീസുകളില്ല, എഡ്ജ് പീസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കളറുകൾ കറക്റ്റായിട്ട് പഠിച്ചില്ലെങ്കിൽ മനസ്സിലാകത്തില്ല. ഈ 2x2 റുബിക്സ് ക്യൂബ് നിർമ്മിച്ചിരിക്കുന്നത് എഡ്ജ് പീസുകൾ കൊണ്ടാണ്. നമുക്കിനി ഈ കളേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഈ റെഡിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഓറഞ്ച് ആയിരിക്കും, അതുപോലെ ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഗ്രീൻ ആയിരിക്കും, യെല്ലോൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും വൈറ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ 2x2 റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കിപ്പോൾ ഈ ക്യൂബ് ഒന്ന് സോൾവ് ചെയ്യാം. അതിനുവേണ്ടി ഈ 4 പീസസിലും ഒരു കളർ കൊണ്ടുവരണം. ഞാനിപ്പോൾ വൈറ്റാണ് ചൂസ് ചെയ്തേക്കണം. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, അപ്പോൾ ഈ 3 പീസിലും കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടിയിൽ ഏതാ നോക്കണം. ഇവിടെ റെഡാണ്, അപ്പോൾ ഇവിടെ റെഡും വൈറ്റും ഉള്ളൊരു പീസ് കൊണ്ടുവരണം. അതിന് എവിടെയാണെന്ന് നോക്കണം. ആ പീസ് ഇവിടെയാണ്. ഈ പീസ് ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ ഇത് രണ്ടും മാച്ച് ആയിരിക്കുന്നു. ഇവിടെ ഒരു വൈറ്റും വന്നു. ഇനി അടുത്തത് ഗ്രീനിൻ്റെ ഇവിടെ ഗ്രീനും വൈറ്റും ഉള്ളൊരു പീസ് കൊണ്ടുവരണം. അതിവിടെയാണുള്ളത്. അതൊന്ന് ഈ പീസ് ഇവിടെ കൊണ്ടുവരണം. ഇപ്പം ഇവിടെ മാച്ച് ആയിരിക്കുന്നു. ഇവിടെ ഒരു പീസും വന്നു. ഇനി അടുത്തത് ഇവിടെ ഓറഞ്ചും വൈറ്റുള്ള പീസ് കൊണ്ടുവരണം. അതിവിടെയാണുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇവിടെ വൈറ്റും ഫുള്ളായിരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ കംപ്ലീറ്റ് ആയ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കുക. എന്നിട്ട് വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് കളറായ യെല്ലോ ഇവിടെ കംപ്ലീറ്റ് ആക്കണം. യെല്ലോ കംപ്ലീറ്റ് ആക്കാനുള്ള ഇക്വേഷനാണ്. ഇപ്പോൾ ഇവിടെ ഒരു പീസ് യെല്ലോ ഉണ്ട്. അതിൻ്റെ ഈ സെക്കൻഡ് ലെയറിൽ എവിടെയെങ്കിലും യെല്ലോ ഉണ്ടെന്ന് നോക്കണം. ഇതിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ അടുത്തായിട്ട് ഇവിടെയാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഈ മോളിൽ കൊണ്ടുവരാനുള്ള ഇക്വേഷനാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട് LU ഇപ്പോൾ ഉണ്ടോ ഈ യെല്ലോ മൊത്തം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പീസ് മാത്രമേ യെല്ലോ വന്നുള്ളെങ്കിൽ ആ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിൽ പിടിച്ച് ചെയ്യുക. അതിന് ചെയ്യേണ്ട ഇക്വേഷനാണ് LU ഇപ്പോൾ കണ്ടോ ഇവിടെ ഫുള്ളായിരിക്കുന്നു. നിങ്ങൾ ലെഫ്റ്റിലോ റൈറ്റിലോ ഈ ലെഫ്റ്റിലെ ഇക്വേഷൻ ലെഫ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ലെഫ്റ്റിലെ ഇക്വേഷൻ ചെയ്യുക, റൈറ്റിലാണെങ്കിൽ റൈറ്റിലെ ഇക്വേഷൻ ചെയ്യുക. നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യേണ്ട ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ യെല്ലോ ഫുൾ കംപ്ലീറ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ ചെയ്ത വൈറ്റ് കംപ്ലീറ്റ് ആണ്. പിന്നെ ഫസ്റ്റ് ലെയർ ഫുൾ കംപ്ലീറ്റ് ആണ്. ഇനി നമ്മൾ സെക്കൻഡ് ലെയറും കൂടി കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ക്യൂബ് സോൾവ് ആകും. സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് ഇവിടെ ഏതെങ്കിലും ഒരു ഫേസ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകുന്നത്. ഇവിടെ റെഡ് ഇപ്പോൾ കംപ്ലീറ്റ് ആണ്. അപ്പോൾ റെഡിൻ്റെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ഈ ഇക്വേഷൻ ചെയ്യുക. R'(F'(R')(V2 R'(F'(R')(V2 R2). ഇപ്പോൾ ഗായ്സ് നമ്മുടെ ക്യൂബ് ഫുൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി ഞാൻ വേഗം വരും. എല്ലാവർക്കും ഗുഡ് ബൈ.